Hello, കുട്ടികളെ ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത ഒരു പോർഷനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസിയുടെ ഇൻട്രൊഡക്ഷനും അതുപോലെ DC ലോഡ് ലൈൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. DC ലോഡ് ലൈനിൽ നമുക്കറിയാം രണ്ട് പോയിന്റ്സ് ആണ് ഉള്ളത്. ഒന്ന് y ആക്സിസിൽ DC ലോഡിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, ദാറ്റ് ഈസ് IC മാക്സിമം ആണ് അല്ലെങ്കിൽ IC സാച്ചുറേഷൻ ആണ്. ദാറ്റ് പോയിന്റില് VCC divided by RC ആയിരിക്കും ആ സമയത്തുള്ള IC. ഓക്കെ, അതായത് അപ്ലൈഡ് ചെയ്യുന്ന ഫുൾ വോൾട്ടേജ് ഡിവൈഡ് ബൈ RC. ആ സമയത്ത് സാച്ചുറേഷനിലായിരിക്കുന്ന സമയത്ത് ഈ ട്രാൻസിസ്റ്ററിലാണെങ്കിൽ നമ്മൾ 12 വോൾട്ട് കൊടുത്തെങ്കിൽ അപ്ലൈ ചെയ്യുന്ന മുഴുവൻ വോൾട്ടേജ് RCയിൽ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ അവിടുത്തെ കറന്റ് കാണാൻ ചെയ്യണം. ഇത് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ്, അതായത് ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ RC ആയിരിക്കും. അതാണ് സാച്ചുറേഷനിലെ ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കളക്ടർ തുടങ്ങി എമിറ്റർ വരെയുള്ള വോൾട്ടേജ്, അല്ലെങ്കിൽ ഈ റെസിസ്റ്ററിലേക്ക് കളക്ടർ തുടങ്ങി ഗ്രൗണ്ട് വരെയുള്ള വോൾട്ടേജ്, ദാറ്റ് ഈസ് VCE എന്ന് പറയും. ആ VCE ഈക്വൽ ടു 12 വോൾട്ട് ആവുന്ന, അപ്ലൈഡ് വോൾട്ട് ആവുന്ന അവസ്ഥ, VCC ആവുന്ന അവസ്ഥ. ആ സമയത്ത് സ്വാഭാവികമായിട്ടും RCയിൽ ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. RCയിൽ ഡ്രോപ്പ് ഇല്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് ഊഹിക്കാം there is no current flow. കറണ്ട് ഫ്ലോ ഒന്നുമില്ല. കറണ്ട് ഫ്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് RCയിൽ ഡ്രോപ്പ് ചെയ്യും. കറണ്ട് ഫ്ലോ 0 ആയിരിക്കുന്ന കണ്ടീഷൻ, ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് കട്ട് ഓഫ് പോയിന്റ്. ഓക്കെ, അപ്പൊ കട്ട് ഓഫ് പോയിന്റിനും സാച്ചുറേഷൻ പോയിന്റിനും ഇടയ്ക്കുള്ള അത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് DC ലോഡ് ലൈൻ. ഈ DC ലോഡ് ലൈൻ നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഈ DC ലോഡ് ലൈൻ. DC ലോഡ് ലൈനിന്റെ സെന്റർ പോയിന്റിലാണ് സാധാരണഗതിയിൽ നമ്മൾ ക്ലാസ് എ ഓപ്പറേഷനിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാം. ആ ഏരിയ നമ്മൾ കട്ട് ഓഫ് റീജിയനും സാച്ചുറേഷൻ റീജിയനും ഇടയ്ക്കുള്ള ഏരിയ നമ്മൾ സാധാരണ പറയാം ആക്റ്റീവ് റീജിയൻ. അപ്പോൾ ആംപ്ലിഫയർ, ഒരു ഫേസ്ഫുൾ ആംപ്ലിഫയർ ഒരു ആക്റ്റീവ് റീജിയനിലായിരിക്കും വർക്ക് ചെയ്യുക. അതായത് ഈ സെന്റർ DC ലോഡ് ലൈനിന്റെ സെന്റർ പോയിന്റിലായിരിക്കും, അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയന്റെ സെന്റർ പോയിന്റിലായിരിക്കും നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ടോപ്പിലേക്കും താഴേക്കും ബോട്ടത്തിലേക്കും സിഗ്നൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള, സ്വിങ് ചെയ്യാനുള്ള സൗകര്യം. അപ്പൊ അത്രത്തോളം ആംപ്ലിഫിക്കേഷൻ ഈ ആംപ്ലിഫയറിലൂടെ പോസിബിൾ ആണ്. ഓക്കെ, അതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ആദ്യം അടുത്ത സ്ലൈഡിൽ ഇത് നമ്മൾ നേരത്തെ ഒരു സിംഗിൾ പവർ സപ്ലൈയിൽ നിന്ന് ബേസ് കളക്ടർ ബേസ് കൊടുത്തിരുന്ന ഒരു സപ്ലൈഡ് ബേസിൽ ഔട്ട്പുട്ടിൽ നമ്മൾ ബേസ് കൊടുത്തിരുന്നു. അപ്പൊ നമ്മൾ കളക്ടർ സപ്ലൈ വോൾട്ടേജ് VCC എന്നും ബേസ് സപ്ലൈ വോൾട്ടേജ് VBB എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലെ ബേസ് കറന്റ് തീരുമാനിക്കുന്നത് ഈ VBBയും RBയും ചേർന്ന്. ഓക്കെ, നമുക്ക് VBB വേരിയിക്കുകയോ RB വേരിയിക്കുകയോ ചെയ്താൽ ബേസ് കറന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് VCC RC സീരീസ് ആയിട്ട്. ഈ RCയുടെ വാല്യൂ അനുസരിച്ചായിരിക്കും IC എത്ര, IC മാക്സിമം എത്രയാണ് IC തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കിർച്ചോഫ് വോൾട്ടേജ് ലോ പ്രകാരം നമുക്ക് നോക്കുമ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് എന്ന് അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് VCC അപ്ലൈഡ് വോൾട്ടേജ് ടു സം ഓഫ് ദ ബ്രാഞ്ച് വോൾട്ടേജ്, ദാറ്റ് ഈസ് IC into RC പ്ലസ് VCE എന്ന് പറയും. VCE പറഞ്ഞാൽ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഓഫ് ട്രാൻസിസ്റ്റർ. അവിടെ എഴുതിയിട്ടുണ്ട് VCE, കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഓഫ് VCC. ഓക്കെ, അപ്പൊ ഇതാണ് VCE. ഓക്കെ, അപ്പൊ ഇനി നമുക്കത് ഫോർമുലേറ്റ് ചെയ്താൽ VCC equal to IC into RC plus VCE. Then IC into RC equal to VCC minus
VC എന്ന് എഴുതും. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ എക്സ്പ്രഷൻസ് ഒന്നുകൂടി എഴുതിയിരിക്കുകയാണ്. വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് കളക്ടർ റെസിസ്റ്റർ RC IC RC. VC എന്ന് പറയുന്നത് കളക്ടറിന്റെ വോൾട്ടേജ് നമുക്ക് VCC എന്നുള്ളത് കളക്ടർ റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് കുറക്കുന്നതാണ്. ദെൻ IC into RC എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് VC മൈനസ് VCB ആണ്. നമ്മൾ നേരത്തെ കണ്ടു. ദെൻ IC ആണ് എന്ത് ചെയ്യണം? ഇതിനെ ഈ കിട്ടിയതിനെ RC കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് രണ്ട് വാല്യൂ തമ്മിൽ മൈനസ് ചെയ്തിട്ട് അതിനെ ആണ് RC കൊണ്ട് വരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂവിനും വേണമെങ്കിൽ RC സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് കാണിക്കുന്നത് നമ്മളൊരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് IC മൈനസ് 1/RC into VCE പ്ലസ് VCC/RC ലഭിക്കും. അപ്പൊ ആ ഇക്വേഷൻ യഥാർത്ഥത്തില് Y MX plus C എന്ന് പറയുന്ന ഇക്വേഷന് തുല്യമാണ്. അത് ഒരു ലൈനിന്റെ ഇക്വേഷൻ. ആ ലൈനില് Y MX plus C എന്ന് പറയുമ്പോൾ M എന്ന് പറയുന്നത് ആ ലൈനിന്റെ സ്ലോപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ലോഡ് ലൈനിന്റെ സ്ലോപ്പിന്റെ അളവ് സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ഈസ് 1 minus 1 divided by RC ആണ്. ദിസ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇതിന്റെ ചരിവ് എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്ററിന്റെ അളവനുസരിച്ചിട്ട് കളക്ടർ റെസിസ്റ്ററിന്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവാണ്. ഇത് കോമൺ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്. നമുക്ക് നോക്കാം. ഇതാണോ 0 MA അല്ലെങ്കിൽ ഈ സമയത്ത് 0 മൈക്രോആംപിയറാണ് ബേസ് കറണ്ട്. ആ സമയത്തുള്ള ഔട്ട്പുട്ട് കറണ്ട് ഔട്ട്പുട്ട് VCയും കൊടുത്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് കറണ്ട് ചെയ്യും. അങ്ങനെ IC ആണ് അതിന്റെ ഔട്ട്പുട്ട് കറണ്ട്. അങ്ങനെ പല ബേസ് കറണ്ടിലുള്ള ആ സമയത്തുള്ള കളക്ടർ കറണ്ടാണ് ഇപ്പൊ കാണിച്ചത്. അപ്പൊ ഈ കർവിലാണ് നമ്മൾ DC Load Lne പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോ അതിലേക്ക് എത്താനായിട്ട് ചെയ്യേണ്ട എക്സ്പെരിമെന്റ് കാണിച്ചത്. നമ്മൾ ഇതില് ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് റിവേഴ്സ് ബയസ് ഇൻപുട്ട് ഫോർവേഡ് ബയസ് ആയിട്ട് ബയസ് ചെയ്യും. രണ്ടും വേരിയബിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറണ്ട് മെഷർ ചെയ്യാനുള്ള ഒരു മീറ്റർ ഉണ്ട്. ബേസ് വോൾട്ടേജ് VB മെഷർ ചെയ്യാനുള്ള ഒരു മീറ്റർ ഉണ്ട്. ഔട്ട്പുട്ടിൽ അതുപോലെ ഔട്ട്പുട്ട് കറണ്ട് കളക്ടറാണ്. കളക്ടർ കറണ്ട് മെഷർ ചെയ്യാനുള്ള ഒരു മീറ്റർ ഉണ്ട്. അതായത് വലിയ മീറ്റർ. അവിടുത്തെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. VC അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ വോൾട്ടേജ് കുറച്ച് 0 ആണ്. അപ്പൊ ബേസ് കറണ്ട് 0 ആവും. ആ കണ്ടീഷനിൽ നമ്മൾ VC 0 1 2 3 നമ്മൾ 10 വരെ വിരിയിച്ചിട്ട് ആ സമയത്തൊക്കെയുള്ള കളക്ടർ കറണ്ട് മെഷർ അത് നോർമലി അതിന്റെ എക്സ് ആക്സിസിനോട് ചേർന്നായി. കാരണം കറണ്ട് ചെറിയൊരു കറണ്ട് ലീക്കേജ് കറണ്ട് പോലുള്ള കറണ്ട് ഫ്ലോ ഉണ്ടാകും. ഇനി നമ്മൾ IB 5 MA ആയിട്ട് സെറ്റ് 5 മൈക്രോആംപിയർ. അപ്പൊ ആ സമയത്ത് കളക്ടർ കറണ്ട് നമ്മൾ 0 തുടങ്ങി വോൾട്ടേജ് നമ്മൾ 10 വരെ ഇങ്ങനെ വേരിയിട്ടുണ്ട്. അപ്പൊ ഓരോ വേരിയിക്കുമ്പോഴും കളക്ടർ കറണ്ട് നമുക്ക് 0-ൽ നിന്ന് കൂടി അവസാനം പർട്ടിക്കുലർ ലെവലിലെത്തിയ പിന്നെ കോൺസ്റ്റന്റ് സാച്ചുറേറ്റ് ചെയ്യാൻ ട്രാൻസിസ്റ്റർ. അടുത്ത് ചെയ്യണത് വെച്ചാൽ വീണ്ടും IB കൂട്ടിയിട്ട് വീണ്ടും VC 0 to 10 വോൾട്ട് ആ സമയത്തുള്ള ബേസ് കളക്ടർ മെഷർ. അങ്ങനെ നമുക്ക് നേരത്തെ പറഞ്ഞ ഗ്രാഫ് നമ്മൾ കണ്ട ഗ്രാഫിന്റെ ഇതുപോലത്തെ ഒരു ഗ്രാഫ് ഇതുപോലത്തെ ഒരു ഗ്രാഫ്. ഓക്കെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണാം സാച്ചുറേഷൻ ചെയ്യും. ഓക്കെ. അപ്പൊ അതങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നമ്മള് ഈ
ഇങ്ങനെ വരച്ച ആ ലോഡ് ലൈൻ ആ ക്യാരക്ടറിസ്റ്റിക് അറിവ് നമ്മളിതുപോലെ ലോഡ് ലൈൻ that is VCC equal to VCA എന്ന് പോയിട്ട് then VCC കൊടുത്താൽ മുഴുവൻ വോൾട്ടേജും VCCയിൽ ഡ്രോപ്പ് ചെയ്യുന്ന VRCയിൽ ഡ്രോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ VRൽ ഡ്രോപ്പ് ചെയ്യുന്ന ആ വോൾട്ടേജ് ഡിവൈഡ് റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് സാച്ചുറേഷൻ പോയിന്റ് ദാറ്റ് ഈസ് ഈ രണ്ട് പോയിന്റും തമ്മിൽ ചരിഞ്ഞ ഒരു ലൈൻ കൊടുക്കുമ്പോൾ അതിന് DC മാറും. ഇനി അതിന്റെ ഏതാണ്ട് സെന്റർ പോയിന്റ് നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യും. ഇനി അതിന്റെ തന്നെ ഇവിടെ ഒരു ലോഡ് ലൈൻ വരച്ചിട്ട് അതിനകത്ത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്ലാസ് എ ഓപ്പറേഷൻ ആണെങ്കിൽ സെന്ററിൽ ക്ലാസ് എ ബി ആണെങ്കിൽ കുറെ കൂടെ താഴത്ത് എന്നാൽ കട്ട് ഓഫ് പോയിന്റിന് തൊട്ടുമാണ്. ക്ലാസ് ബി ആണെങ്കിൽ കട്ട് ഓഫ് പോയിന്റിലേക്ക്, ക്ലാസ് സി ആണെങ്കിൽ കട്ട് ഓഫ് ബി അങ്ങനെ നമ്മൾ ചെയ്യും. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാനുള്ള ഡാറ്റ. ഇനി DC load line എന്ന് പറഞ്ഞാൽ the load line, a graph that represents all possible combinations of I and IC and CE for given amplifier. അപ്പോൾ ഓരോ പോസിബിൾ വാല്യൂ വെച്ചിട്ട് ഒരു ആംപ്ലിഫയറിനെ അനലൈസ് ചെയ്ത് ഒന്നാണ് DC load line. ഈ ഇത് ഗ്രാഫാണ്. ഇത് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് IC ആൻഡ് VC. ഓരോ സമയത്തും ഈ ഗ്രാഫിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഓരോ VCയും ഓരോ ICയും. അങ്ങനെ VC ICയും കൂടി ഇങ്ങനെ പല റേഷ്യോയിലും മൂവ് ചെയ്യുന്ന ലൈനാണ് നമ്മൾ ഈ DC ലോഡ് ലൈൻ. ഈ DC ലോഡ് ലൈൻ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമുള്ള കാര്യമാണ്. ഈ DC ലോഡ് ലൈനില് കൂടിയായിരിക്കും ഒരു ആംപ്ലിഫയറിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് സഞ്ചരിക്കും. അപ്പൊ നമുക്ക് ഒരു സിഗ്നൽ നമ്മളിവിടെ AC സിഗ്നൽ കൊടുത്താൽ ഈ AC സിഗ്നലില് അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റില് ചെറിയ ഷിഫ്റ്റുകൾ ഉണ്ടാകും, പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ്. ആ ഷിഫ്റ്റ് നമ്മളിവിടെ കാണുന്നത് ഒരു കളക്ടർ കറന്റിന്റെ പല കളക്ടർ കറന്റ് വേരിയേഷനുള്ള ലൈൻസ്. ഈ ഓപ്പറേറ്റിംഗ് 1 എന്ന് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് 1 എന്ന് താഴേക്ക് ചേഞ്ച് ചെയ്താൽ നമ്മൾ കളക്ടർ റെസിസ്റ്ററിലെ വോൾട്ടേജ് ഡ്രോപ്പ് അത്രയും കൂടുകയും കുറയുകയും, അത് കളക്ടർ എമിറ്റർ വോൾട്ടേജ് അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതേപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകും. ആ വ്യതിയാനങ്ങളാണ് ആംപ്ലിഫയേഴ്സ്. അപ്പൊ അതാണ് ഇതിനെക്കുറിച്ച് പറയാൻ. ഇത് കോമൺ ഔട്ട്പുട്ട് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് കർവാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ടിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്നു. ആ സിഗ്നല് ഐ മിനിമം IH മാക്സിമം ഇത്രയും വലിയ സിഗ്നൽ വരെ ഉൾക്കൊള്ളാൻ നമ്മുടെ സംവിധാനം സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും സിഗ്നലിൽ നമ്മൾ കൊടുക്കുന്നു. ആ സിഗ്നൽ കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ക്യൂ പോയിന്റിലേക്ക് അതിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും വാല്യൂ കൂടുന്നു എന്നതാണ്. അപ്പൊ ഇതിനകത്ത് പ്ലസ് ആയിട്ട് കൂടുമ്പോൾ കളക്ടർ കറണ്ടും അതുപോലെ മൈനസ് ആയിട്ട് ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നു. അപ്പോ ഈ ഇൻപുട്ട് സിഗ്നലിന് ആനുപാതികമായി കളക്ടർ കറണ്ടില് 2mA തുടങ്ങി 7.7 mA വരെ ഒരു സ്വിംഗ് വോൾട്ടേജ് കറന്റ് സ്വിംഗ് ഉണ്ടാവും. അതുപോലെ 2 വോൾട്ട് തുടങ്ങി 9.34 വോൾട്ട് വരെ വോൾട്ടേജ് സ്വിംഗ് ഉണ്ടാവും. അപ്പൊ ഇത് ഇൻപുട്ട് സിഗ്നൽ പ്രൊപ്പോർഷണൽ ആയിട്ട് ആംപ്ലിഫയർ ഉണ്ടാകുന്ന വ്യതിയാനം. അപ്പോ ഇൻപുട്ട് സിഗ്നല് ഒരു ചെറിയ വോൾട്ടേജ് ആണെങ്കിലും വലിയ ഔട്ട്പുട്ട് കറന്റ് വേരിയേഷൻ ആയിട്ടും
വലിയ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരിയേഷൻ അപ്പൊ ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിന്റെ ആംപ്ലിഫൈങ് ആക്ഷൻ. ഓക്കെ, ഇത് നമ്മൾ കട്ട് ഓഫ് പോയിന്റ്, ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ പോയിന്റ്, ഇതൊക്കെ നമുക്കറിയാം. ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് ആംപ്ലിഫൈ, കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ പോയിന്റ് അവിടെ വെച്ചാണ് DC load line and AC load line. And a line is drawn joining the saturation and cutoff point. Such a line can be called as load line. Definition and of the review. This line, when drawn over the output characteristic, makes contact at a point is called optic. ഈ ലൈനിൽ നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് കോണ്ടാക്ട് വെക്കുന്ന ആ പോയിന്റാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഔട്ട്പുട്ടിലെ വേരിയേഷൻസ് എങ്ങനെയാണ്, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്ത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. എത്രത്തോളം ആംപ്ലിഫിക്കേഷൻ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ്. കാരണം ഓപ്പറേറ്റിംഗ് പോയിന്റ് ശരിയായി ഫിക്സ് ചെയ്തില്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷന് കാരണമാണ്. ഇത് ഒരു കോമ്പണന്റൽ ആംപ്ലിഫയർ ബേസിക് DC എന്നാണ് താഴെ. പിന്നെ ഇവിടെ നമുക്ക് BRC ഉണ്ട്, കളക്ടർ ടെർമിനൽ ലോഡ് റെസിസ്റ്ററിലുള്ള വോൾട്ടേജ്. VB എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ്, അതിനേക്കാൾ കൂടുതൽ ഒരു ചെറിയ വോൾട്ടേജ് IR. ഈ രണ്ട് വോൾട്ടേജ് ചേർന്നാണ് ബേസ് വോൾട്ടേജ്. നമ്മൾ ഇൻപുട്ട് ഷീൽഡ് കൊടുക്കുമ്പോൾ ഈ VBEയേക്കാൾ ഇൻപുട്ട് ഷീൽഡ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോൾ അതിന്റെ ചെറുപ്പം പ്രശ്നം. അങ്ങനെയാണ്. ഇനി AC ലോഡ്. ഈ സർക്യൂട്ട് നമ്മൾ നേരത്തെ കാണിച്ച സർക്യൂട്ടിന്റെ ഒരു AC ഇക്വലന്റ് സർക്യൂട്ട്. AC കടന്നു പോകുമ്പോൾ ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ്? അപ്പൊ AC കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? DC കണ്ടീഷനാണ് നമുക്ക് ഇതുപോലെ കാണും. DC കണ്ടീഷൻ. അപ്പൊ ഇവിടെ നമുക്ക് AC കണ്ടീഷൻ വരുമ്പോൾ ഈ DCയിലൂടെ ഇങ്ങനെ കറണ്ട് കൊടുക്കും. അതേസമയം കപ്പാസിറ്ററിലൂടെ നമ്മൾ DCക്ക് കപ്പാസിറ്റർ ഹൈ ഇംപെഡൻസ് ഓഫ് ചെയ്യുന്നത്, ഹൈ ഇംപെഡൻസ് മാത്രമായിരുന്നു അതിൽ കൂടി ഒഴിക്കും. അപ്പൊ DC കറണ്ട് വഴി ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ AC ആണെങ്കിലോ, ACയെ സംബന്ധിച്ച് റെസിസ്റ്റർ യാതൊരു എഫക്റ്റ് ചെയ്യും. AC സിഗ്നൽ മുഴുവൻ കപ്പാസിറ്റർ. അപ്പൊ കപ്പാസിറ്റർ ശരിക്കും ഡയറക്റ്റ് എർത്ത് ചെയ്തതുപോലെ ആയിരിക്കും. സ്വാഭാവികമായിട്ട് എമിറ്റർ കോമൺ എമിറ്ററാണ്. സ്വാഭാവികമായിട്ടും എമിറ്റർ പ്രൊഡക്റ്റ് REയില് നമ്മൾ കൊടുക്കുന്ന കറണ്ട് വഴി ഒരു ഡ്രോപ്പ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇനി നമ്മളെന്താ ചെയ്യാം? നമ്മൾ ഇതിലെ ഔട്ട്പുട്ട് കറണ്ട് റീഡ് ചെയ്യും. ഇതിലെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കുക? ഈ AC കടന്നു പോകുമ്പോൾ AC ഇക്വലന്റ് സർക്യൂട്ട് ആയതുകൊണ്ട് ഏത് കമ്പോണന്റൊക്കെയാണ് ബൈപ്പാസ് ചെയ്യുന്നത് ആ കമ്പോണൻസിന് പോവുക. അതുകൊണ്ട് RE എന്ന കമ്പോണന്റ് ഉണ്ടാകും. അതുപോലെ R1 R2 എല്ലാം കോമൺ ആയിട്ട് ഒറ്റ റെസിസ്റ്റർ ആയിട്ട് മാറും. കാരണം എന്താണ്? ഈ ഒരു ആംപ്ലിഫയറെ സംബന്ധിച്ച് VCC മൈനസ് ഗ്രൗണ്ട് ഇത് തമ്മിൽ ഡയറക്ട്ലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെന്ന് ഒഴിച്ചാൽ പോയിന്റ് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം അതിൽ കൂടി ഒരു AC സിഗ്നൽ ഒരു ബാറ്ററി കൂടി ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. ദർ ഇസ് നോ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ACയെ സംബന്ധിച്ച് VCCയും ഗ്രൗണ്ടും ഒരുപോലെ തന്നെ.
അതിനിടയ്ക്ക് ഒരു പവർ സപ്ലൈ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതാണ് ആർ സിയും ആറിൽ ഉണ്ടെങ്കിൽ ആറിൽ എല്ലാം ചേർത്തിട്ട് ഒരു ലോഡ് റെസിസ്റ്റർ ആർ സി ആയിട്ട്. അതുപോലെ ഇൻപുട്ടില് ഓൾറെഡി R1 ഉണ്ട്. R1 കൂടാതെ വേറെ ഏതെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം AC പാരലായിട്ട് വരും. അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇത് AC സർക്യൂട്ട് ഉണ്ടാക്കും. ഇനി ഇത് AC ലോഡിലേക്ക്. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ലോഡ് റെസിസ്റ്റർ കപ്പാസിറ്റർ കണക്ട്. ACയെ സംബന്ധിച്ച് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ RCയും Rലും പാരലാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവിടുത്തെ റെസിസ്റ്റൻസ് കുറയും. ഈ റെസിസ്റ്റൻസ് കുറയുന്നതുകൊണ്ട് AC സ്ലോപ്പ് നോക്കുമ്പോൾ 1/RL ആണ്. മറ്റത് 1/-1/RC. അപ്പൊ ലോഡ് റെസിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ അവിടെ AC ലോഡിങ് അല്ലെങ്കിൽ ലോഡ് ലൈനിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ AC ആണ്. അപ്പൊ ഔട്ട്പുട്ടില് ഇതുപോലെ RCയും Rലും പാരലായി വരുന്നതുകൊണ്ട് അതിന് ഇംപെഡൻസ് വളരെ വളരെ കുറയും. അങ്ങനെ കുറഞ്ഞിട്ട് വേറെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇന്നും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രമേ അങ്ങനെ കുറയുമ്പോൾ നമ്മൾ DC ലോഡ് ലൈൻ വരെ ഒരു ലോഡ് ലൈൻ വരെ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വയറിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് AC ലോഡിംഗ് ലോഡ് ലൈൻ വരയ്ക്കുമ്പോൾ അതിന്റെ സ്ലോപ്പ് 1/RL ആണ്. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സാധാരണ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാം. അൺലെസ് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ. അപ്പൊ ഈ ലോഡ് ലൈനിന്റെ സ്ലോപ്പ് -1/RC, AC ലോഡ് ലൈനിന്റെ സ്ലോപ്പ് 1/R. സ്മോൾ operating point is also called quiescent point or simply Q point. There can be many such interesting points, but the Q point is selected in such a way that, irrespective of AC signal shape, the transistor remains the active. Okay, അതാണ് faithful amplification. It is the process of obtaining complete portions of input signal by increasing outputs. അപ്പോൾ faithful amplification എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ അതിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. മനസ്സിലായ? അപ്പൊ അത് ആക്ഷൻ നടത്തുന്ന ആംപ്ലിഫയർ അതേപോലെ അത് ചെയ്തു തരികയാണെങ്കിൽ അതിനെ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. ദിസ് ഈസ് ഡൺ വെൻ സിഗ്നലൈസ് സിഗ്നൽ ഈസ് അപ്ഗ്രേഡഡ് at the input. ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിട്ട് അതിന്റെ കംപ്ലീറ്റ് ആക്ഷൻ ചെയ്യുക. സീറോ സ്ട്രെങ്ത് വേരിച്ചിട്ട് അടുത്ത സ്ലൈഡ് കോസസ് ഓഫ് ഷിഫ്റ്റ് ഓഫ് സീറോ സിഗ്നൽ ഓപ്പറേറ്റിംഗ്. ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നത് സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്, സീറോ സിഗ്നൽ വോൾട്ടേജ് ആയിട്ട് ഈസിയാണ് സീറോ സിഗ്നൽ. There is no variation
in the absence of inputs. അപ്പോൾ DC കണ്ടീഷനിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും, അതിന്റെ കറണ്ട് ഫ്ലോ തുല്യമായിരിക്കും, എപ്പോഴും ഒരേ കറണ്ട് ഫ്ലോ ചെയ്യും. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലീനിയർ ആംപ്ലിഫിക്കേഷൻ പോസിബിൾ അല്ല. കാരണം ട്രാൻസിസ്റ്റർ നോൺ ലീനിയർ എത്തുന്ന ആംപ്ലിഫയർ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സംവിധാനം കുഴപ്പമില്ല സാധ്യത. ഓക്കെ, അപ്പൊ പ്രോപ്പർ സെലക്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ലീനിയർ ആംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണ്. ഇനി ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് 2-3 കാരണം. ഒന്ന്, ബീറ്റ ചേഞ്ച് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യിപ്പിക്കുക, അതിന് കംപ്ലൈന്റ് വന്ന് പുതിയ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് അതിന്റെ സെയിം കമ്പനിയാണെങ്കിൽ ബീറ്റ ഓർക്കുന്ന ഐഡന്റിക്കലാണ്, ബീറ്റ വ്യത്യാസം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, തെർമൽ വേരിയേഷൻ, അതാണ് തെർമൽ ചെക്കിങ്. അപ്പൊ തെർമൽ വേരിയേഷൻസ്, ഈ തെർമൽ വേരിയേഷൻസ് പോലെ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറാം. കാരണം ബീറ്റ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്. അപ്പൊ ഏതെങ്കിലും കാരണത്തിൽ തെർമൽ എഡ്യൂക്കേഷൻ ഇതിന്റെ അവിടെ കളക്ട് കണ്ടതും ബീറ്റയിലൊക്കെ ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് അത് ബയസിങ്ങിനെ ബാധിക്കും. അപ്പൊ ഈ 2 കാര്യങ്ങളിൽ തൊടാതെ വേണം ഇൻഡിപെൻഡന്റ് ഓഫ് ഈ കറണ്ട് ആയിരിക്കുമ്പോഴാണ് നല്ലൊരു ബയസിങ് പോസിബിൾ ആകും. Transistor replacement, discrete transistors of same nomenclature is manufactured by the same firm, are widely different values of device parameters including beta. അപ്പൊ ബീറ്റ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഓരോ ട്രാൻസിസ്റ്ററും അവരുടെ ഐസിയും ഒക്കെ യൂണീക്കാണ്. അതിന്റെ പ്രത്യേകതയുള്ള വേറെ ഒന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ കംപ്ലൈന്റ് ആയ അത് മാറ്റി വേറെ ട്രാൻസിസ്റ്റർ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ബീറ്റ എല്ലാം വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ഓവർ കണ്ടക്ഷനോ ലോ കണ്ടക്ഷനോ ഒക്കെ സർക്യൂട്ട് വരാൻ സാധിക്കും. അത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. When a transistor in a given circuit is replaced by another same, the transistor has changed somewhat and person operating point shifts. അപ്പോൾ ട്രാൻസിസ്റ്റർ ഒരു സർക്യൂട്ടിൽ കൊടുത്താൽ അതിന്റെ സെയിം ടൈപ്പുള്ള ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? The transistor has changed somewhat usable. അപ്പൊ ഇതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എപ്പോഴും ഇൻഡിപെൻഡന്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് ആൻഡ് ട്രാൻസിസ്റ്റർ ആയിരിക്കണം. അതിന്റെ ബീറ്റയുടെ വ്യത്യാസം ഒന്നും ഇതിന്റെ ബയസിങ്ങിനെ ബാധിക്കരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ട്രാൻസിസ്റ്റർ ബയസിംഗ് എന്ന് പറഞ്ഞാൽ the proper flow of zero signal collector and maintenance of proper corrector emitter voltage during the passage of signal is known as transistor biasing. Transistor biasing എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസിസ്റ്റർ ബയസ് ചെയ്താൽ അത് എപ്പോഴും സീറോ സിഗ്നൽ ഫ്ലോ ഓഫ് കളക്ടർ കറണ്ട് ഉറപ്പുവരുത്തും. ഇതിന്റെ കളക്ടർ കറണ്ടാണ് അതിന്റെ ഔട്ട്പുട്ട് കറണ്ട്. അപ്പൊ ഇൻപുട്ട് സിഗ്നൽ ഒന്നും കൊടുക്കാത്ത കണ്ടീഷനിൽ കളക്ടർ കറണ്ടില് യാതൊരു വ്യതിയാനം ഉണ്ടാകാൻ പാടില്ല. അത് കോൺസ്റ്റന്റ് ആണ്, സീറോ സിഗ്നലായിരിക്കും, വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന് പ്രോപ്പർ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആണ് ഇതിന് അനുപാതിക്കേണ്ടത്. ഇപ്പൊ 5 വോൾട്ടിനാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് തിരിച്ചേക്കുന്നത്, DC തിരിച്ചേക്കുന്നത്. ആ 5 വോൾട്ട് തന്നെയാണ് 2 സൈഡിലും ഒരേ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നത് സെൻട്രൽ പോയിന്റിൽ ക്ലാസ് ഓപ്പറേഷൻ. അപ്പൊ അങ്ങനെ നിൽക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ട്രാൻസിസ്റ്റർ ബയസിംഗ് സർക്യൂട്ട്. ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ
If a signal very small voltage is given to input of BJT, it cannot be amplified because for BJT to amplify two conditions have to be met. തീരെ ചെറിയ വോൾട്ടേജ് വേരിക്കാൻ സാധാരണ സാധിക്കുന്നതാണ് പ്രീ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അതങ്ങനെ ഇനി the circuit provides transient is called biasing circuit. Need for DC. A signal of very small voltage is given to input of BJT. It cannot be amplified because BJT to amplify a signal two conditions have to meet. Input voltage should exceed cut-in voltage for transistor to be on. The input voltage എപ്പോഴും പോയിന്റ്സ് വന്ന് മുകളിലേക്ക് ആയിരിക്കണം എങ്കിൽ മാത്രമേ അതിലൊരു വേരിയേഷൻ ഉണ്ടാവൂ. ഓക്കെ. The BJT should be active region and to be operated as amplifier. BJT അതായത് ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ സാധാരണ ട്രാൻസിസ്റ്റർ കാര്യമായി അത് എന്തൊരു സംഭവിക്കണമെങ്കിൽ ആ ട്രാൻസിസ്റ്റർ എങ്ങനെ ഓണാവുന്നു, എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന്റെ കറണ്ടുകൾ കൊണ്ടുള്ള ഓപ്പറേഷൻസ് ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് പോയി ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് മനസ്സിലാക്കുന്നത്. ഇത് ഇൻപുട്ട് വോൾട്ടേജ് എക്സീഡ് cut-in voltage on the transistor to be on. The BJT should be active again and to be operated as thermal variation. ഇതില് ഒരു പ്രത്യേകത വെച്ചാലും ഇതിൽ ലീക്കേജ് കാരണം ട്രാൻസിസ്റ്ററിൽ എപ്പോഴും ലീക്കേജ് കണ്ടു ICBO എന്ന് പറയും, അല്ലെ ICU കളക്ടർ ലീക്കേജ്, കളക്ടർ ടു ബേസ് ലീക്കേജ് കറന്റ് വിത്ത് ഓപ്പൺ എമിറ്റർ എന്ന് പറയും. ഇത് അപ്രോക്സിമേറ്റ്ലി കളക്ടർ സാച്ചുറേഷൻ കറന്റ് IC ആണ്. Thus ICBO doubles for every 10 degrees centigrade. 10 degree centigrade ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ കറന്റ് ICBO ലീക്കേജ് കറന്റ് ICBO ഡബിൾ ചെയ്യും. 5 മൈക്രോആംപിയർ ആയ 10 മൈക്രോആംപിയർ, 50 മൈക്രോആംപിയർ ആയ 100 മൈക്രോആംപിയർ പോയിന്റ് മാറാൻ സാധിക്കും. ഓക്കെ. 10 ഡിഗ്രി ഓഫ് റൈസ് ഇൻ ടെമ്പറേച്ചർ അനുസരിച്ച് ഇതിന്റെ ലീക്കേജ് കറണ്ട് കൂടും. ലീക്കേജ് കറണ്ട് എന്ന് പറഞ്ഞാൽ ICO പ്ലസ് ICBO ചേർന്നാണ് കളക്ടർ കറണ്ട്. അപ്പോ ഒറിജിനൽ കറണ്ട് ഫീഡ്ബാക്ക് കറണ്ട് ചേർന്ന് പുതിയ കറണ്ടായി മാറും. VB reduces at the rate of 2.5 million degrees centigrade. അപ്പൊ VB അതുപോലെ കുറയുന്നു. 2.7 സെന്റിമീറ്റർ വരെ ഏതാണ്ട് സ്ഥലം തന്നെ സംഭവിക്കും. അതുപോലെ ബീറ്റ ഇൻക്രീസസ് വിത്ത് റൈസിംഗ് ടെമ്പറേച്ചർ. ബീറ്റ റൈസിംഗ് ടെമ്പറേച്ചർ എടുത്ത് വ്യത്യാസം വരും. ഇനി അടുത്ത സ്ലൈഡ്സ് നമുക്ക് ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. Desired feature of biasing methods. അപ്പോ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് എപ്പോഴും മിഡിൽ ഓഫ് ദ DC ലോഡ് ലൈൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയന്റെ മിഡിലായിരിക്കണം ഫിക്സ് ചെയ്യുന്നത്. കാരണം നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും
വോൾട്ടേജ് കറണ്ട് സ്വിങ് ചെയ്യപ്പെടും. അങ്ങനെ സ്വിങ് ചെയ്താൽ മാത്രമേ ഡിസ്റ്റോർഷൻ ഇല്ലാതെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ സ്റ്റെബിലൈസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് against temperature variation. ടെമ്പറേച്ചർ വേരിയേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റെബിലൈസ് ചെയ്യണം. അതുപോലെ പാരാമീറ്റേഴ്സ്, ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് ആയ ബീറ്റ വേരിയേഷനെതിരെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ശക്തമായി ആക്ട് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ഒരു ബൈസിംഗ് മെത്തേഡിന്റെ അത്യാവശ്യമായ 3 പോയിന്റ്സ്. ഇനി ഡിഫറെന്റ് ബൈസിംഗ് മെത്തേഡാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. 2 battery ബൈസ്, fixed bias, collector to base bias, fixed bias with emitter, circuit resistor, then self bias. Self bias പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡർ ബൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് ഈ സെഷൻ അവസാനിപ്പിച്ചിട്ട് അടുത്ത ദിവസം ബൈസ്